പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ ഈ പുത്തൻ മാസത്തിൻ്റെ വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 18 നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ വിളിച്ചു. നമ്മുടെ ഗോത്രപിതാക്കന്മാരിൽ രണ്ടാമനായ ഇസ്ഹാക്കിന്റെ ധന്യവും മാതൃകാപരവുമായ ഒരു പ്രവൃത്തിയാണ് നാം ഇപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. അതിന് ഇടയായ സാഹചര്യം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വ്യക്തമാണ്. അബ്രഹാമിന്റെ കാലത്തെ പോലെ വീണ്ടും ക്ഷാമമുണ്ടായി. ഇസ്ഹാക്കിന്റെ ഉള്ളിൽ മിസ്രൈമിലേക്ക് പോകണം എന്നായിരുന്നു. എന്നാൽ ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞു, അല്ല, നീ ഇവിടെ തന്നെ പാർക്കുക. അങ്ങനെ ഫെലിസ്ത്യ ദേശമായ ഗെരാറിൽ പാർത്തു. അബിമേലെക്കിന്റെ അധീനതയിൽ ജീവിച്ചു. അങ്ങനെ ക്ഷാമമേറിയ സമയത്ത് ഇതാ ഇസ്ഹാക്ക് ആ ആണ്ടിൽ വിത്ത് വിതയ്ക്കുകയും 100 മേനി കൊയ്ത് ശക്തനായി. നാം ദൈവവചനം വായിക്കുന്നത് അവന്റെ ധനം വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ആടുമാടുകൾ, സമ്പത്തുകൾ, ദാസീദാസന്മാർ സകലവും ഉണ്ടായി. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അബിമേലെക്ക് തന്നെ ഇസ്ഹാക്കിനോട് പറയുകയാണ്, നീ ഇവിടെ വിട്ട് പോകണം. അത്രമാത്രം അസൂയ ഇസ്ഹാക്കിനോട് തോന്നുകയുണ്ടായി. എന്നാൽ ഇത്രമാത്രം സമ്പത്തും ആടുമാടുകളും അതുപോലെ തന്നെ കൃഷിയും ദാസീദാസന്മാരും ഒക്കെ ഉണ്ടായപ്പോഴും താൻ ചെയ്ത വലിയൊരു മാതൃകയാണ് തന്റെ പിതാവായ അബ്രഹാം കുഴിപ്പിച്ച കിണറുകൾ അബ്രഹാമിന്റെ മരണശേഷം ഇസ്രയേലിന്റെ ആജന്മ ശത്രുക്കളായ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞിരുന്നു. ഇസ്ഹാക്ക് തന്റെ പണിക്കാരെ കൊണ്ട് ആ കിണറുകൾ മുഴുവനും വീണ്ടും കുഴിപ്പിക്കുകയും തന്റെ പിതാവിട്ട പേര് അതിന് ഇടുകയും ചെയ്തു. നാം 26-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ ഫെലിസ്ത്യ ദേശത്തെ ആളുകൾ ഇതാ ഇസ്ഹാക്കിന്റെ ദാസന്മാരുമായി ശണ്ട കൂടുന്നതും അവരവിടുന്ന് മാറിപ്പോകുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ധാരാളം അനുഗ്രഹത്തിന്റെ, നന്മയുടെ, ദൈവകൃപയുടെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ, സ്നേഹത്തിന്റെ, പങ്കുവെക്കലിന്റെ, ക്ഷമയുടെ, കരുതലിന്റെ, ആത്മീയ ജീവിതങ്ങളുടെ, ബന്ധങ്ങളുടെ ഒക്കെ കിണറുകൾ കുത്തിയിരുന്നു. ആ വലിയ കിണറുകളിൽ നീർച്ചാലുകൾ പോലെ
അവ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോകവേ നമുക്ക് നന്മകൾ വർദ്ധിച്ചപ്പോൾ അതിൻ്റെയൊക്കെ കാരണമായ ഈ അനുഗ്രഹത്തിന്റെ പല ഉറവകളും കിണറുകളും അടഞ്ഞുപോയി. നമുക്കതിനെക്കുറിച്ച് കൺസേൺ അല്ല, വേദനയില്ല, നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ഇസഹാക്കിന് എല്ലാ നന്മകളും ഉണ്ടായപ്പോൾ ഫിലിസ്തീയ ദേശത്തെ അബീമേലെക്ക് ജനത്തിന് ഇസഹാക്കിനോട് അസൂയ തോന്നും വിധത്തിൽ എല്ലാ നിലയിലും ഉയർന്നിട്ടും തന്റെ പിതാവിനാൽ കുഴിക്കപ്പെട്ട ആ കിണറുകൾ മൂടിക്കിടക്കുന്നത് കണ്ട് അടുത്ത നടപടി സ്വീകരിപ്പാൻ ഇസ്ഹാക്കിന് കഴിഞ്ഞു. 2025 ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പിതാവേ, മാതാവേ, സഹോദരി, സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ചില അനുഗ്രഹത്തിന്റെ ഉറവകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥന നിന്നുപോയി, ആരാധന നിന്നുപോയി, കൂട്ടായ്മ നിന്നുപോയി, ബന്ധങ്ങൾ അറ്റുപോയി, കരുതലുകൾ ഇല്ലാതെ പോയി, ക്ഷമ നഷ്ടപ്പെട്ടു, ചേർത്ത് പിടിക്കുന്നത് ഇല്ലാതെയായി, പങ്കുവെക്കുന്നത് ഇല്ല. ഇങ്ങനെ നമ്മുടെ പിതാക്കന്മാരാൽ തുടങ്ങിവെച്ച ബന്ധങ്ങളുടെ, സ്നേഹത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ, ദൈവകൃപയുടെ പല കിണറുകളും മൂടിക്കിടക്കുകയാണ്. അതിൻ്റെതായ അസ്വസ്ഥതകൾ, അന്ധകാരങ്ങൾ, അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. ഓർത്തു നോക്കിക്കാട്ടെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇത്ര വലിയ അഡ്വാൻസ് ടെക്നോളജി ഒന്നുമില്ല. ദാരിദ്ര്യമില്ലാതെ 4 നേരമില്ലെങ്കിലും 3 നേരം കഴിച്ചു പോരുന്നു. പക്ഷേ കുടുംബത്തിൽ സന്തോഷമുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിയുണ്ട്. ഇന്ന് 2 നില കെട്ടിടങ്ങൾ, മുന്തിയ വാഹനങ്ങൾ, ധാരാളം ഓർണമെന്റ്സ്, ബാങ്ക് ബാലൻസ്, ഉന്നത വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ എല്ലാം ഉണ്ട്. സന്തോഷമില്ല, തൃപ്തിയില്ല. ചിരിച്ചിട്ട് നാളുകളായി. ഭവനത്തിനകത്ത് മ്ലാനത, നിരാശയുടെ വാക്കുകൾ, ഒന്നിനോടും താല്പര്യമില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ, നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥ. കൂട്ടായ്മയിൽ പോയാൽ സന്തോഷമില്ല, ആരാധനയ്ക്ക് പോയാൽ ആരാധനയുടെ മഹത്വം തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം തലയ്ക്കകത്ത് പല ടെൻഷൻ നിറഞ്ഞ് ആരാധനയിൽ ഇൻവോൾവ് ആകുന്നില്ല. അതുകൊണ്ട് ദൈവകൃപ അനുഭവിക്കുന്നില്ല. വർഷങ്ങളായി കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന ആരാധനകൾ എങ്ങോട്ടോ നോക്കി അറിയാതെ ഉരുവിട്ടു പോകുന്ന വെറും ഏറ്റുചൊല്ലലുകൾ മാത്രമായി തീർന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? കുടുംബത്തിൽ പല കിണറുകളും മൂടിക്കിടക്കുകയാണ്. കുടുംബ ജീവിതത്തിന്റെ, കുടുംബ പ്രാർത്ഥനയുടെ, കൂട്ടായ്മയുടെ, സാഹോദര്യ ബന്ധങ്ങളുടെ കിണറുകൾ അടയപ്പെട്ടിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയും പാട്ടും ആരാധനയും ഒക്കെ നല്ലതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പാടുപെട്ട് ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എന്നോർത്ത് ആ കിണറുകൾ, ആ ഉറവകൾ മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് തുറക്കണം. ആ കിണറുകൾ വീണ്ടും കുഴിക്കണം.
ആ പേരുകൾ വീണ്ടും അതിനിട്ട് നമ്മുടെ ആത്മീയ ജീവിതം പുനരാരംഭിക്കണം. കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറ അത് പിന്തുടരണം. പ്രിയമുള്ളവരെ, ശത്രു നമ്മളോട് ശണ്ടയിടും, അവർ നമ്മളെ ഓടിക്കും. നമ്മുടെ അനുഗ്രഹത്തിന്റെ പല ഉറവകളും അവർ മണ്ണിട്ട് മൂടും. എന്നാൽ ഒരു ദൈവ പൈതൽ അതുകൊണ്ടൊന്നും അവിടെ നിൽക്കരുത്. ഇസ്ഹാക്ക് ഗെരാറിന്റെ താഴ്വരയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കിണർ കുത്തി, അതിൽ വെള്ളം കണ്ടു. ഒരു ദൈവ പൈതൽ പോകുന്നിടത്തൊക്കെ ഈ അനുഗ്രഹത്തിന്റെ നീരുറവ കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ ഫെലിസ്തീർ എത്ര കുഴി കുത്തിയാലും വെള്ളം കാണുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ദൈവകൃപയോടുകൂടി മുന്നോട്ടിറങ്ങുക. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അടഞ്ഞുപോയി ഒരു ദൈവദാസൻ നിങ്ങളുടെ ഭവനത്തിൽ കാല് കുത്തിയിട്ട് എത്ര നാളായി? കോവിഡ് വന്ന് അതിനെ തുടർന്ന് നമ്മുടെ ഭവനത്തിൽ നടന്ന പല പ്രാർത്ഥനകൾ നിന്നുപോയി. ദൈവമക്കൾ കയറിയിറങ്ങുന്നത് അവസാനിച്ചു. കുടുംബ പ്രാർത്ഥന തന്നെ ഒരു കണക്കിന് ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഭവനത്തിലെ പല കിണറുകളും അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ പോകുന്ന ഇടങ്ങളിലൊക്കെ അറിയാതെ വഴിമുട്ടുന്നു. അനുഗ്രഹത്തിന്റെ ചാലുകൾ അവർക്ക് മീതെ തുറക്കാതെ അടഞ്ഞു കിടക്കുന്നു. എന്തുകൊണ്ട്? ഇസ്ഹാക്ക് നമുക്ക് വലിയൊരു ഗുണപാഠം നൽകുകയാണ്. ആര് അടച്ചു? അതിന്റെ കാരണം തിരക്കി കേസിനും വഴക്കിനും യുദ്ധത്തിനും പോവുകയല്ല ഇസ്ഹാക്ക് ചെയ്തത്. ഇസ്ഹാക്ക് തന്റെ ദാസന്മാരെ വിട്ട് ആ കിണറുകൾ വീണ്ടും കുഴിപ്പിച്ച് പിതാവിട്ട പേര് ഇടുകയാണ്. നമുക്കിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാം. അവരവരുടെ ഭവനങ്ങളിലേക്ക്, ആത്മീയ ജീവിതങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് കഴിഞ്ഞ നാളുകളിലെ തീഷ്ണത എനിക്കുന്നുണ്ടോ? സുവിശേഷ വേലയോട്, പ്രാർത്ഥനയോട്, വചന വായനയോട്, വചന കേൾവിയോട് എന്റെ മനോഭാവം എന്താണ്? ഇന്ന് ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനം വാഗ്ദത്ത വചനത്തിൽ കൂടെ ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അങ്ങനെ ഏത് കാരണം കൊണ്ടും അടയപ്പെട്ടാൽ അനുഗ്രഹത്തിന്റെ ഉറവകൾ തുറക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ മേൽ, കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ ആരാധനാലയങ്ങളിൽ, സഭകളിൽ ഒരു വലിയ ഉണർവ് ഉളവാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷവും സമാധാനവും ദൈവകൃപയും നിറയുന്ന ഒരു പുത്തൻ ഉണർവിന്റെ കാറ്റ് വീശുന്ന നന്മയുടെ പൈതൃകങ്ങളായി മാറട്ടെ. അതിന് വിപരീതമായിട്ടുള്ളത് മുഴുവനും ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തുതിക്കുന്നു. ഇസ്ഹാക്ക് ഗരാരിൽ ചെന്ന് പാർത്തപ്പോൾ താൻ കണ്ട സമ്പത്തിനെക്കാട്ടിലും അവിടുത്തെ സകലവിധ ഉയർച്ചയെക്കാട്ടിലും തന്റെ പിതാവ് കുഴിപ്പിച്ച കിണറുകൾ മൂടപ്പെട്ട് കിടക്കുന്നു. അത് വീണ്ടും കുഴിച്ച് പിതാവിട്ട് പേര് തന്നെ ഇട്ട് പൂർവസ്ഥിതിയിലേക്ക് വരുത്തിയത് ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ആരംഭിച്ച അനേക നന്മകൾ, അനുഗ്രഹങ്ങൾ, സുവിശേഷ വേലകൾ
ദൈവകൃപയുടെ ഉദാത്തമായ മാതൃകകൾ അനുഗ്രഹങ്ങൾ വന്നപ്പോൾ, സമ്പത്ത് കൂടിയപ്പോൾ, സൗകര്യം വർദ്ധിച്ചപ്പോൾ അപ്പാ മൂടപ്പെട്ടു പോയി, നിന്നുപോയി. ഞങ്ങളത് മറന്നുപോയി. ഞങ്ങളത് പുനരാരംഭിക്കുവാൻ ശ്രമിച്ചില്ല. ആ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ആത്മ കണ്ണുകളെ തുറപ്പിക്കുന്നതാക്കി തീർത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ നിന്ന ആരാധന, കൂട്ടായ്മ, പ്രാർത്ഥന, സ്നേഹം, ക്ഷമ, കരുതൽ, ബന്ധം എന്നിവയെല്ലാം പുനരാരംഭിക്കുവാൻ ഇടയാകണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹീതമാകുവാൻ, ജീവജല നദിയുടെ ഉറവകളായി തീരുവാൻ ഇടയാകണമേ. സ്വർഗം പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇസഹാക്ക് നമുക്ക് നൽകിയ മാതൃക എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമാണ്. അവരവർ വന്ന വഴിത്താറയിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ആത്മീയ മാതൃകകൾ, മനുഷ്യബന്ധങ്ങളുടെ മാതൃകകൾ, കൂട്ടായ്മയുടെ ഉറവകൾ എവിടെയെങ്കിലും അടഞ്ഞു പോയോ? ഏത് കാരണം കൊണ്ടെങ്കിലും മൂടപ്പെട്ടു പോയോ? നിന്നുപോയോ? നമുക്കത് പുനരാരംഭിക്കാം. പ്രാർത്ഥനയോടെ മടങ്ങി വരാം. തമ്പുരാൻ നമ്മെ അനുഗ്രഹിപ്പാൻ ഇന്നും മതിയായവനാ. ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, തന്റെ കൃപയാൽ നിറയ്ക്കട്ടെ. ആ ജീവജല നദിയിൽ നിന്നും ധാരാളമായി നമ്മിലേക്കും നമ്മുടെ തലമുറയിലേക്കും ഒഴുകട്ടെ. അവ സൗജന്യമായി കോരിക്കുടിച്ച് അനേകരിലേക്ക് പകർന്ന് ആ നിത്യജീവന്റെ ഉടമകളായി യുഗായുഗം കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.